ഹായ് വെൽക്കം ഓൾ ടു ലെച്ചൂസ് എജ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എജ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്ലാസ് എന്ന് പറയുന്ന കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. അതായത് ഈ 24-ാം തീയതി എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന്റെ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർക്കും അതുപോലെ തന്നെ ഈ ജൂൺ 21-നൊക്കെ നിങ്ങൾക്കറിയാം ലബോറട്ടറി അസിസ്റ്റന്റിന്റെ മെയിൻ എക്സാമും ഒക്കെ ഉണ്ട്. ഇങ്ങോട്ടങ്ങ് എക്സാമിന്റെ ഒരു സമയമാണല്ലേ. ഈ എക്സാം ഒക്കെ എഴുതാൻ പോകുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ചെയ്തു പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 കറണ്ട് അഫയേഴ്സ് തിരഞ്ഞെടുത്തിട്ടുള്ള 20 ടോപ്പിക്ക്, 20 എണ്ണമല്ല 20 ടോപ്പിക്കാണ്. അതിൽ ഓൾറെഡി 2 ടോപ്പിക്ക് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു. അത് ലെച്ചൂസ് എജ്യൂ ടിപ്സ് 2.0 എന്ന് പറയുന്ന ചാനലിലാണ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാനിപ്പം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. വേണ്ടവർ ടോപ്പിക് 1 ആൻഡ് ടോപ്പിക് 2 കാണുക. അത് രണ്ടും ഒരു സ്പോർട്സ് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സാഹിത്യവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നിങ്ങൾക്കറിയാം 2024 നമുക്ക് ധാരാളം സാഹിത്യ അവാർഡുകൾ ഉണ്ടായിട്ടുണ്ട്. ചില അവാർഡ്സ് ഒക്കെ 2025 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് വീണ്ടും ഇംഗ്ലീഷിൻ്റെ പുസ്തകം ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. ചില കുട്ടികളൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് നമ്മുടെ കയ്യിൽ ബുക്ക് ഉണ്ടെന്നുള്ളത്. ഓക്കെ, എനിവേ നമ്മൾ നല്ല രീതിയിൽ കോപ്പി വിറ്റുപോയി. ഏതാണ്ട് 17,000ഓളം കോപ്പി വിറ്റ് പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ബുക്ക്. ഇപ്പം നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ ദിവസം നടന്ന സിവിൽ എക്സൈസ് ഓഫീസറിൽ ഈ ബുക്കിൽ നിന്ന് നമുക്ക് 10 ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OAയുടെ എക്സാമിനും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഡിസ്കസ് ചെയ്യാം, അത് പിന്നീട് വീഡിയോയിലാവട്ടെ. ഓക്കെ, അപ്പം വേണ്ടവരെ എത്രയും പെട്ടെന്ന് വാങ്ങിയാൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിനേഷന് ഇംഗ്ലീഷിനെ പറ്റി നിങ്ങൾ ഭയക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യവും ഇല്ല. എൻ്റെ ക്ലാസ് പോലെ തന്നെയാണ്, നമ്മൾ ബുക്കും വളരെ നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഈ ബുക്ക് വാങ്ങുന്ന എല്ലാവർക്കും ബുക്കിൻ്റെ ഫ്രീ ക്ലാസ് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. ബുക്ക് വാങ്ങിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിരിക്കും. അപ്പോൾ അതാ വീണ്ടും നമ്മൾ ഇതിലേക്ക് വരുവാണ്. ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്ലാസ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് ഓടക്കുഴൽ പുരസ്കാരത്തിൽ തുടങ്ങാം അല്ലേ. അവസാനം 2024 അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ 2024 മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം. 2024 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കെ അരവിന്ദാക്ഷൻ. ഓക്കെ, കെ അരവിന്ദാക്ഷനാണ്. കൃതി ഗോപ. ഗോപ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവലാണ്. ഓക്കെ, അപ്പം ഗോപ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവലിനാണ് കെ അരവിന്ദാക്ഷന് 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. നമുക്ക് ഓർത്തു വയ്ക്കാൻ പറ്റും ഓടക്കുഴൽ. ഓടക്കുഴൽ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ശ്രീകൃഷ്ണൻ്റെ കയ്യിലാണല്ലേ ഇരിക്കുന്നത്. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ. മഹാവിഷ്ണുവിൻ്റെ പര്യായമാണെന്ത്? അരവിന്ദാക്ഷൻ അല്ലേ. അപ്പം ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? അരവിന്ദാക്ഷനാണ്. ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഓടക്കുഴലൊക്കെ ഊതിയിട്ട് ഗോപസ്ത്രീകളുടെയൊക്കെ അടുത്ത് ഇങ്ങനെ പോകുന്ന കഥകളൊക്കെ നമുക്കറിയാം അല്ലേ. ഇപ്പം നോവൽ ഏതാ? ഗോപ. പഠിച്ചല്ലോ. 2024 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് കെ അരവിന്ദാക്ഷൻ. നോവൽ ഏതായിരുന്നു? ഗോപ. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? NS മാധവനാണ് കേട്ടോ ലഭിച്ചത്. NS മാധവനാണ്. നിങ്ങളിത് 2024 പഠിക്കുമ്പം തൊട്ട് പിന്നിലെ വർഷവും കൂടി പഠിക്കുന്നത് നല്ലതായിരിക്കും. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണെന്ന് പറഞ്ഞു. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കായിരുന്നു? ഡോക്ടർ SK വസന്തനായിരുന്നു. ഡോക്ടർ SK വസന്തനായിരുന്നു. ഇനി 2023 ഓടക്കുഴൽ പുരസ്കാരം ആർക്കായിരുന്നു? PN ഗോപികൃഷ്ണനായിരുന്നു. കൃതി കവിത മാംസഭോജിയാണ്. ഓർമ്മയുണ്ടാകും കുറച്ച് പേർക്കെങ്കിലും. അപ്പോൾ ആ 2023 2024 മസ്റ്റായിട്ടും പഠിക്കേണ്ടത്. 2023 കുറിച്ചും ചെറിയൊരു ധാരണ ഉണ്ടാവുന്നത് നല്ലതാണേ. നെക്സ്റ്റ് 2024 വയലാർ അവാർഡാണ് പറയുന്നത്. 2024 വയലാർ അവാർഡിന് അർഹനായത് അശോകൻ ചെരുവിലാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കാട്ടൂർ കടവ് അല്ലേ. വയലാർ അവാർഡ് 2024 ലഭിച്ചത് അശോകൻ ചെരുവില്. കൃതി ഏതാണ്? കാട്ടൂർ കടവ്. ഓക്കെ, ദെൻ 2023 നിങ്ങൾ മെമ്മറിയിൽ വച്ചേക്കണം. ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം. PSC പരീക്ഷയ്ക്ക് കുറച്ച് നാളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ 2023 എല്ലാ വസ്തുതകളും ബൈഹാർട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ടുള്ള പഠിക്കുക. എന്നാലും നിങ്ങളുടെ മനസ്സിൻ്റെ എവിടെയെങ്കിലും അല്ലെങ്കിൽ തലയുടെ ഏതെങ്കിലും ഒരു കോണിൽ അത് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ 2024 വയലാർ അവാർഡ് ആർക്കായിരുന്നു? അശോകൻ ചെരുവിൽ. കൃതി ഏതാണ്? കാട്ടൂർ കടവ്. നെക്സ്റ്റ് ജ്ഞാനപ്പാന പുരസ്കാരം. ഞാനിപ്പോൾ ഈ സാഹിത്യ പുരസ്കാരങ്ങളോടൊപ്പം ജ്ഞാനപ്പാന പുരസ്കാരവും ഹരിവരാസനം പുരസ്കാരവും പത്മപ്രഭയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ.
അപ്പം ജ്ഞാനപ്പാന പുരസ്കാരം 2025 കൊടുത്തു. 2025 ലേറ്റസ്റ്റ് അതാണ്. 2025 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ KP ശങ്കരനാണ്. ഓക്കെ, പ്രൊഫസർ KP ശങ്കരൻ. 2024 നിങ്ങൾക്കറിയാം രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, പറ്റുമെങ്കിൽ ഒരു ബുക്കിലേക്ക് ഇത് എഴുതിയെടുക്കുക. നിങ്ങൾ ബുക്കിലേക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ബോർഡിൽ എഴുതിയിടുന്നത്. ഓക്കെ, ഇപ്പം എനിക്ക് നോട്ട് തരാൻ പറ്റില്ലല്ലോ. ഇപ്പം നമ്മുടെ ആപ്പിലെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുവാണെങ്കിൽ എല്ലാത്തിനും നമ്മൾ PDF നോട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിന് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ ഏത് മീഡിയം വഴി നിങ്ങൾക്ക് തരാനാണ്. അപ്പോൾ അതുകൊണ്ട് എഴുതിയെടുക്കുക. ഒന്നുകൂടി പറയാം, 2024 വയലാർ അവാർഡ് അശോകൻ ചെരുവിലിൻ്റെ കാട്ടൂർ കടവ എന്ന കൃതിക്കാണ്. 2023 ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു ജീവിതം ഒരു പെൻഡുലം. പിന്നെ നമ്മൾ ജ്ഞാനപ്പാന പുരസ്കാരമാണ് പറഞ്ഞത്. ലേറ്റസ്റ്റ് കൊടുത്തത് 2025 ആർക്കാണ്? KP ശങ്കരനാണ് അല്ലേ, പ്രൊഫസർ KP ശങ്കരൻ. 2024 രാധാകൃഷ്ണൻ കാക്കശ്ശേരി. അപ്പോൾ നിങ്ങളിത് ബുക്കിലേക്ക് എഴുതിയെടുത്തിട്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് 2 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ പുരസ്കാരം കണ്ടു, ഓടക്കുഴൽ പുരസ്കാരം കണ്ടു, വയലാർ കണ്ടു, ജ്ഞാനപ്പാന പുരസ്കാരം കണ്ടു അല്ലേ. നെക്സ്റ്റ് ഹരിവരാസനം പുരസ്കാരമാണ്. 2025 ഹരിവരാസനം പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. ആർക്കായിരുന്നു? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് കേട്ടോ. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. 2024 നിങ്ങൾക്കറിയാം വീരമണി ദാസനാണ്. നെക്സ്റ്റ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ്. ലേറ്റസ്റ്റ് 2024 സാറ ജോസഫിനാണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2023 ആർക്കായിരുന്നു? സക്കറിയയ്ക്കാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ജ്ഞാനപ്പാന പുരസ്കാരവും ഹരിവരാസനം പുരസ്കാരവും ഒക്കെ മിക്കവാറും എക്സാമിനേഷന് കാണുന്നതാണ്. ഇനിയും പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാത്തിനെയും ലേറ്റസ്റ്റും പഠിക്കണം, തൊട്ടു പിന്നിലെ വർഷം നിങ്ങൾ ജസ്റ്റും അറിഞ്ഞു വെക്കുന്ന രീതിയിൽ പഠിക്കണം. ഇനി നമുക്ക് കുറച്ച് അവാർഡുകളും കൂടിയുണ്ട്. അപ്പോൾ അതിനിടയിൽ ഒന്നുകൂടി ഞാൻ ഇംഗ്ലീഷ് ടെക്സ്റ്റിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുവാണ്. ആർക്കെങ്കിലും ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ താഴെ വീഡിയോ പോകുമ്പോഴത്തേക്കും മുകളിലൊരു നമ്പർ കണ്ടോ, 8086137962 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. നെക്സ്റ്റ് ONV സാഹിത്യ പുരസ്കാരമാണ്. ONV സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് ഒഡിയ എഴുത്തുകാരിയായിട്ടുള്ള പ്രതിഭ റായ്ക്കാണ് കേട്ടോ. ഒഡിയ എഴുത്തുകാരിയാണ് പ്രതിഭ റായ്. അവർക്കാണ് 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇനി ONV യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ദുർഗാ പ്രസാദിനാണ്. ദുർഗാ പ്രസാദിന് ONV യുവ സാഹിത്യ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് രാത്രിയിൽ അച്ചങ്കര. വേണമെങ്കിൽ ചോദിച്ചേക്കാം, പഠിക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്ന പത്മപ്രഭ പുരസ്കാരമാണ്. 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദാണ്. അദ്ദേഹത്തിന് തന്നെയായിരുന്നു 2024 കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം വന്നത്. സോ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം 2024 റഫീഖ് അഹമ്മദ്, പത്മപ്രഭ പുരസ്കാരം 2024 റഫീഖ് അഹമ്മദ്. ദെൻ ONV സാഹിത്യ പുരസ്കാരം 2024 പ്രതിഭ റായ്. ONV യുവ സാഹിത്യ പുരസ്കാരം 2024 ദുർഗാ പ്രസാദ്. അദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുത്ത കൃതി രാത്രിയിൽ അച്ചങ്കര. അപ്പോൾ ഞാൻ കുറേ പ്രധാനപ്പെട്ട അവാർഡുകളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 8086137962 എന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താവുന്നതാണ്. ആപ്പിലെ ക്ലാസ്സിൽ നമ്മൾ കുറേ കൂടി കാര്യങ്ങളും കുറേ അവാർഡ്സും ഒക്കെ അധികം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ PDF നോട്ട്സും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പം 10th മെയിൻസ് എക്സാം എഴുതിയതിൽ ഏതാണ്ട് 97% കുട്ടികളും പ്രിലിംസ് ക്ലിയർ ചെയ്തായിരുന്നു കേട്ടോ. ആ ഒരു സന്തോഷം കൂടി ഇതിനകത്ത് അറിയിക്കുവാണ്. അപ്പം അതിൻ്റെ ക്ലാസ് ഇപ്പോൾ ലബോറട്ടറി അസിസ്റ്റൻറ്റ് മെയിൻസിൻ്റെ ക്ലാസ് നമ്മൾ 15 തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന 8086137962 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടോപ്പിക് 1ൻ്റെയും 2ൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി പഠിക്കുക. താങ്ക് യു.